പ്രിയ സഹോദരീ സഹോദരന്മാരെ, കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം. നമ്മുടെ ചിന്തയ്ക്ക് ഇന്ന് ആധാരം മനുഷ്യന്റെ പരിമിതികളെയും ദൈവത്തിലുള്ള ആശ്രയത്തെയും ഓർമ്മിപ്പിക്കുന്ന ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ ശക്തമായ 2 വാക്യങ്ങളാണ്. കർത്താവേ, മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തന്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം. കർത്താവേ, നീതിപൂർവം എന്നെ തിരുത്തണമേ, എന്നാൽ കോപത്തോടെ അരുതേ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും. ജെറമിയ 10:23-24. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആഴമായ ഏറ്റുപറച്ചിലാണ് ആദ്യത്തേത്. മനുഷ്യന്റെ മാർഗം അവന്റെ നിയന്ത്രണത്തിലല്ല. നാം നാളേക്കു വേണ്ടി അനേകം പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെങ്കിലും ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നത് നാം കാണാറുണ്ട്. നമ്മുടെ സ്വന്തം ജ്ഞാനത്തിലോ ശക്തിയിലോ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ ഓരോ ചുവടും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കണം. മനുഷ്യഹൃദയം തന്റെ വഴികളെ നിരൂപിക്കുന്നു, എന്നാൽ അവന്റെ കാലടികളെ ഉറപ്പിക്കുന്നത് യഹോവയാകുന്നു. സുഭാഷിതങ്ങൾ 16:9. നമ്മുടെ പരിമിതികൾ ഏറ്റുപറഞ്ഞ ശേഷം പ്രവാചകന്റെ അടുത്ത അപേക്ഷ തിരുത്തലിനായുള്ളതാണ്. കർത്താവേ, നീതിപൂർവം എന്നെ തിരുത്തണമേ. തെറ്റുകൾ സംഭവിക്കുന്നവരാണ് നാം ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അവിടുന്ന് നമ്മെ തിരികെ വിളിക്കുന്നു. ദൈവത്തിന്റെ തിരുത്തൽ പിതാവിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. കാരണം അവിടുന്ന് സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. പ്രവാചകൻ ആവശ്യപ്പെടുന്നത് നീതിപൂർവം തിരുത്താനാണ്. അതായത് നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മെ ശുദ്ധീകരിക്കാനും ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് നടത്താനും മാത്രം മതിയായ തിരുത്തൽ. തുടർന്ന് ആഴമായൊരപേക്ഷ: എന്നാൽ കോപത്തോടെ അരുതേ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും. ദൈവകോപത്തെക്കുറിച്ചുള്ള ഭയം ഇവിടെയുണ്ട്, എന്നാൽ കർത്താവ് കരുണയുള്ളവനാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ കോപം നമ്മിൽ നിന്നകറ്റപ്പെട്ടു. യേശുവിന്റെ ക്രൂശിലെ യാഗം ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ചു. അതിനാൽ ക്രിസ്തുവിലുള്ളവർക്ക് ഇപ്പോൾ ദൈവകോപത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് സ്നേഹമുള്ള പിതാവിന്റെ തിരുത്തലിനെ വിനയത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ഈ വാക്കുകൾ ഒരു പ്രാർത്ഥനയായി ഏറ്റെടുക്കാം. നമ്മുടെ വഴികൾ കർത്താവിന്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് നീതിപൂർവകമായ തിരുത്തൽ മാത്രം യാചിക്കാം. ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെയുണ്ടാകട്ടെ. ആമേൻ.